ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ളൊരു വെറൈറ്റി പലഹാരമാണ് തയ്യാറാക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കൺ ഉണ്ടല്ലോ, ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുതേ. എങ്കിൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. നല്ലതായിട്ട് പഴുത്ത പഴമാണ് കേട്ടോ. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഏത്തപ്പഴം ചെറുതായിട്ട് മുറിച്ച് നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടുണ്ടല്ലോ ഒരു 4 ഏലയ്ക്ക തൊലി കളഞ്ഞെടുത്തതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് ശർക്കര പാനിയാണ്. ഞാനിവിടെ 1.5 കപ്പ് ശർക്കര 1 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ പകുതി പാനി നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം നമ്മൾ ഏത്തപ്പഴമൊക്കെ നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. നമ്മളിത് ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് പൊടിയും 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഏത്തപ്പഴവും പിന്നെ ബാക്കിയുള്ള ശർക്കര പാനി ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണേ. സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്കിത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 2 മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. ഈ മുട്ട ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ പലഹാരത്തിന് നല്ല ടേസ്റ്റ്, അതുപോലെ നല്ല സോഫ്റ്റ്നെസ്സും കിട്ടും. മുട്ട ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് ആ മുട്ടയുടെ ടേസ്റ്റോ സ്മെല്ലോ ഒന്നും നമുക്ക് ഈ പലഹാരത്തിന് അറിയത്തേ ഇല്ല കേട്ടോ. അപ്പോൾ മുട്ട ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. മുട്ട ചേർത്തിട്ട് സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇത്രയും ലൂസായിട്ട് വേണം നമ്മുടെ ഈ മാവിരിക്കാൻ കേട്ടോ. ഇനി നമുക്കിതുണ്ടല്ലോ ഒന്ന് അടച്ചു വെച്ച് 1 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ഈ പലഹാരത്തിന് വേണ്ട മറ്റ് സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാൻ എന്താ സ്റ്റവ് കത്തിച്ചൊരു പാൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്ത് അതിലോട്ട് 2 സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് നല്ലതായിട്ട് ഇപ്പം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കാം. തേങ്ങ ഇട്ട് കൊടുത്ത് സ്റ്റവിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുത്തിട്ട് 2 മിനിറ്റ് നേരം ഇതൊന്ന് ഇളക്കിയെടുക്കണം. തേങ്ങ ഒത്തിരി അങ്ങ് മൂക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 2 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയേ. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് ഒരു ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. നമ്മൾ ആദ്യം ഒരു ഏത്തപ്പഴം ചേർത്തിരുന്നല്ലോ, അതേ വലിപ്പത്തിലുള്ള ഒരു ഏത്തപ്പഴമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഏത്തപ്പഴം ചേർത്തിട്ട് അതിൻ്റെ കൂടെ നമ്മൾ 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ടൊരു 2-3 മിനിറ്റ് നേരം ഇതൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. ഒരു 3 മിനിറ്റോളം നമ്മളിത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. നമ്മുടെ ഈ മാവ് റെഡിയാക്കി വെച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്ന ഏത്തപ്പഴവും തേങ്ങയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ അപ്പത്തിന് വേണ്ട മാവൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുണ്ടല്ലോ ഒരു ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ എന്താ ഇതുപോലൊരു കേക്കിൻ്റെ ട്രേ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു ഇലയാണെങ്കിൽ മുറിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നെയ്യാണെങ്കിൽ പാത്രത്തിൽ നിന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഒഴിക്കാം. മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതേ രീതിയിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പൊയ്ക്കോളും. ഇനി ഇത് നമുക്ക് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലൊരു റിങ്ങും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് നമുക്ക് മാവ് നിറച്ച ട്രേ വെച്ച് കൊടുക്കാം. ഇഡ്ഡലി പാത്രത്തിൽ വേണമെങ്കിലും നമുക്കിത് ആവി കയറ്റി വേവിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് മാവ് നിറച്ച് ട്രേ വെക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 25 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോഴത്തേക്ക് നല്ലതായിട്ട് വെന്ത് കിട്ടും. നമ്മളിത് വേവിക്കാൻ വെച്ചിട്ടിപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് തുറക്കാം. ഇപ്പം നമ്മുടെ ഈ പലഹാരം നല്ലതായിട്ട് വെന്തിട്ടുണ്ട്.
ഇതിനെ നമുക്ക് വട്ടയപ്പമെന്നോ അല്ലെങ്കിൽ സ്റ്റീം കേക്കെന്നോ ഒക്കെ വിളിക്കാം കേട്ടോ. ഒരു കേക്കിൻ്റെ ടേസ്റ്റൊക്കെയാണ് ഇത് കഴിക്കാൻ കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇത് ഇഷ്ടമാകും കേട്ടോ. ഇത് നമുക്കിനി പാത്രത്തിൽ നിന്ന് മാറ്റിയൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. നല്ലതായിട്ട് ഇപ്പോൾ ഇത് തണുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് നമുക്കൊരു പ്ലേറ്റ് ഒന്ന് കമത്തി വെച്ച് കൊടുത്തിട്ട് ഇതേ രീതിയിലൊന്ന് മറിച്ചിട്ടാൽ മതി. അത് പെട്ടെന്ന് തന്നെ ഇളകി വരും. ഈ ഏത്തപ്പഴവും അതുപോലെ മുട്ടയും ഒക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇതേപോലെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇത് ഇഷ്ടമാകും കേട്ടോ. ഇതാ നോക്കി, നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിക്കാം. ഇതെങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് എത്രമാത്രം സോഫ്റ്റ് ആണെന്ന്. ഇതാ നോക്കിക്കേ. അതുപോലെ നമ്മളിതിലോട്ട് ഏത്തപ്പഴം അരച്ച് ചേർത്തിട്ടുണ്ട്, തേങ്ങയും ഏത്തപ്പഴവും ഒക്കെ വഴട്ടിയും ചേർത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.